നീറ്റ് പരീക്ഷയിൽ മാറ്റങ്ങളുമായി NTA. പരീക്ഷാ സമയം 195 മിനിറ്റായി ഉയർത്തി. പുനഃപരീക്ഷ മുതൽ 15 മിനിറ്റ് അധികം ലഭിക്കും. റഫ് പേപ്പറുകളുടെ എണ്ണം 2-ൽ നിന്ന് 4 കൂട്ടും. തുടക്കത്തിലും അവസാനത്തിലും 2 റഫ് പേപ്പറുകൾ വീതം നൽകാനുമാണ് തീരുമാനം. ആദിൽ പാലോടിന്റെ വിശദാംശങ്ങൾ നൽകാൻ. ആദിൽ, എന്തൊക്കെയാണ് മാറ്റങ്ങൾ? വിദ്യാർത്ഥികൾക്ക് സൗഹൃദപരമായിട്ടുള്ള ചില മാറ്റങ്ങളാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. പുനഃപരീക്ഷ നീറ്റിൽ 21-ാം തീയതിയാണ് ഈ മാസം നടക്കുന്നത്. അതിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. സാധാരണഗതിയിൽ 3 മണിക്കൂറാണ് പരീക്ഷ നടത്തുക എന്നുള്ളതാണ്. 2 മണിക്ക് തുടങ്ങി 5 മണിക്ക് അവസാനിക്കുക എന്നുള്ളതാണ്. ഇതിനുള്ളിൽ തന്നെയാണ് ചില ഒപ്പിടൽ അടക്കമുള്ള ചില പരീക്ഷയുടെ നടപടികൾ കൂടി പൂർത്തിയാക്കേണ്ടത്. ഇതുകൂടി വരുമ്പോൾ ആവശ്യത്തിന് സമയം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നില്ല എന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ടാണ് 15 മിനിറ്റ് അധികം നൽകുന്നത്. 195 മിനിറ്റ് ആയിരിക്കും ഇനി മുതൽ പരീക്ഷാ സമയമായി ഉണ്ടാവുക. 3 മണിക്കൂറും 15 മിനിറ്റും അങ്ങനെ ലഭിക്കും. അതോടുകൂടി പരീക്ഷാ നടപടികളൊക്കെ പൂർത്തീകരിച്ച് പരീക്ഷയ്ക്ക് മാത്രമായി 3 മണിക്കൂർ ലഭിക്കും എന്നാണ് NTA ഇക്കാര്യത്തിൽ പറയുന്നത്. ഇതിനൊപ്പം തന്നെ റഫ് പേപ്പറുകൾ സാധാരണഗതിയിൽ അവസാന ഭാഗത്ത് 2 പേപ്പറുകൾ നൽകുന്നതായിരുന്നു. മറ്റ് വരയ്ക്കുന്നതിനും കണക്കെഴുതി കൂട്ടുന്നതിനുമൊക്കെയായി റഫ് പേപ്പറുകൾ നൽകുന്നതായിരുന്നു രീതി. ഇതിന്റെ എണ്ണം 4 കൂട്ടാനുള്ള തീരുമാനമുണ്ട്. ഈ റഫ് പേപ്പറുകൾ അത് അവസാനത്തിൽ വെക്കുന്നതിൽ തന്നെ ചില ആരോപണങ്ങളും പരാതികളും ഉണ്ടായിരുന്നു. ഇടങ്കയ്യൻ പരീക്ഷാർത്ഥികൾ വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ്, സമയമെടുക്കുന്നു എന്നതായിരുന്നു ആക്ഷേപം. അതുകൂടി പരിഗണിച്ച് ആദ്യത്തെ 2 റഫ് പേപ്പറുകൾ തുടക്ക ഭാഗത്തും 2 എണ്ണം സാധാരണ പോലെ അവസാന ഭാഗത്തും ഉണ്ടാകുന്ന രൂപത്തിലുള്ള മാറ്റമാണ് വരുത്തിയിരിക്കുന്നത്. ഏതായാലും വളരെ വിദ്യാർത്ഥി സൗഹൃദപരമായിട്ടുള്ള ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. ഈ മാസം 21-നാണ് പുനഃപരീക്ഷ നടക്കുക. വരുന്ന അടുത്ത വർഷം മുതലുള്ള പരീക്ഷകളിലും ഈ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന സൂചനകൾ NTA നൽകുന്നുണ്ട്. ശ്രുതി, ഓക്കെ, വ്യക്തമാണ്. പരീക്ഷാ സമയം 3 മണിക്കൂർ 15 മിനിറ്റായി ഉയർത്തിയതടക്കമുള്ള മാറ്റങ്ങളാണ് നീറ്റ് പരീക്ഷയിൽ NTA നടത്തിയിരിക്കുന്നത്. വിശദാംശങ്ങളാണ് ആദിൽ പാലോട് നൽകിയത്.